ഒരു സ്ത്രീ ശബ്ദമായിരിക്കും പ്രതീക്ഷിച്ചതല്ലേ? പക്ഷേ ഇത്തവണ ഞാനാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാനാണ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ പുതിയൊരു ഡ്രിങ്ക് പരിചയപ്പെടുത്തുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഡൽഗാനോ കോഫി, മറ്റ് കുലുക്കി സർബത്ത് പോലത്തെ സംഭവങ്ങൾക്ക് ശേഷം പുതിയതായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രൈ ചെയ്യുന്നൊരു സംഭവമാണ് മിക്സ്ചർ മിൽക്ക് ഷേക്ക്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്, വളരെ ട്രെൻഡിങ് ആയിട്ടൊരു സംഭവമാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ് കേട്ടോ, സംഭവം വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ വെൽക്കം ടു വേൾഡ് ഓഫ് സൈറാസ്. സാധാരണ എല്ലാ ജ്യൂസ് അടിക്കുന്ന പോലെ തന്നെ ബ്ലെൻഡർ എടുക്കുന്നു. അതിലേക്ക് നമ്മൾ ആദ്യം പഴം ആഡ് ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ സൗദി പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ ടേസ്റ്റിന് വേണ്ടിയിട്ട് അത് ആഡ് ചെയ്യുക. മധുരമുള്ള പഴങ്ങൾ ആഡ് ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾ 2 പഴം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 2 ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആ ഒരു രീതിയിൽ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 5-6 പീസ് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാൽ ആഡ് ചെയ്യുന്നു. ആ ഒരു പഴം ഉണ്ടല്ലോ, അത് നിൽക്കത്തക്ക രീതിയിൽ മാത്രം തൽക്കാലം പാലൊഴിക്കുക. എന്നിട്ട് അതിലേക്ക് മധുരത്തിനായി ആവശ്യത്തിൽ നമ്മൾ സാധാരണ ഇടുന്ന പഞ്ചസാരയേക്കാളും ലേശം കൂടെ കൂടുതൽ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ശേഷം അതൊന്ന് നല്ല രീതിയിൽ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്ത് ഒന്ന് അരഞ്ഞു വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മിക്സ്ചർ ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുകയാണ്. 2-2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ്. ഈ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ പകുതി പാലല്ലേ ഒഴിച്ചുള്ളൂ. ഇനി നമുക്കതിലേക്ക് ബാക്കി പാലൊഴിച്ച് ഒന്നുകൂടെ അടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെ ലൈറ്റായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മിക്സ്ചർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഡ്രിങ്ക് റെഡിയാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ മിക്സ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ കുടിക്കുമ്പോഴത്തേക്ക് ലേശം അതിൻ്റെ തരിയൊക്കെ നമുക്ക് കിട്ടും. ആ ഒരു മിക്സ്ചറൊക്കെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു മിക്സ്ചർ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഒരു ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആ ഒരു മിക്സറിൻ്റെ എരിവും നമ്മൾ ആഡ് ചെയ്ത മധുരവും ഒക്കെ കൂടി ഒന്ന് മിക്സായി സിങ്കായി കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഉടനടി എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല എരിവായിട്ട് തോന്നിക്കും. അപ്പോൾ അതിന് ട്രൈ ചെയ്യാതിരിക്കുക. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെന്താ പറയുക, നമ്മൾ കഴിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇതിങ്ങനെ നമ്മൾ ഓൾറെഡി പാലിലിട്ട് ഒരു അരമണിക്കൂറോളം വെക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഈ മിക്സറെല്ലാം പാലുമായിട്ട് കുതിർന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് മാറും. ആ ഒരു ക്രഞ്ചിനെസ് ഒന്നും ഉണ്ടാവില്ല, നല്ല സോഫ്റ്റായിരിക്കും. പിന്നെ നമ്മൾ ക്രഞ്ചിനെസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആഡ് ചെയ്തതുപോലെ മുകളിൽ കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പ്ലീസ്. നമ്മുടെ ആദ്യത്തെ കണ്ടുപിടുത്തം കേട്ടോ, ഞാൻ പോയി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളെന്ന് അഭിപ്രായം അറിയിക്കണം. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.